ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ എലൈൻ മോഡൽ ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽ 1 മീറ്റർ നെറ്റിൻ്റെ മെറ്റീരിയലും 2 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലും 2 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഡിസൈനർ എലൈൻ കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമേ. ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാമേ. ഇത് ലൈനിങ്ങിൻ്റെ ഫുള്ള്, എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ അറ്റം രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ അതിനെ 4ആയിട്ട് മടക്കുക. ഇനി നമ്മുടെ ചെസ്റ്റ് അനുസരിച്ചാണ് ഞാൻ വെട്ടുന്നത്. ആദ്യം എൻ്റെ ചെസ്റ്റ് 10.5 ഇഞ്ച്, 10.5യുടെ കൂടെ 2 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ച്. ഇതിപ്പോൾ കറക്റ്റാണ് എടുത്തേക്കുന്നത്. ഈ 12.5 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താമേ. എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഷോൾഡർ മാർക്ക് ചെയ്തു. താഴോട്ടുള്ള ആം ഹോള് 6.5. ഇവിടെ സൈഡിലും നമുക്ക് കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടി രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് സൈഡിൽ നോക്കണം. 6.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് വരയ്ക്കാം. മുകളിൽ നിന്നും വരയ്ക്കാം 6.5 ഇഞ്ചിൽ. എന്നിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. 6.5യുടെ സെൻറ്റർ എന്ന് പറയുന്നത് 3.4. ചെസ്റ്റ് എന്ന് പറയുന്നത് 10.5 ഇഞ്ച്. 10.5 ഇഞ്ച് ചെസ്റ്റ്. എന്നിട്ട് ആം ഹോളിൻ്റെ കർവ് എടുത്തിട്ട് നമ്മൾ ഈ സെൻറ്റർ കണ്ടുപിടിച്ചെടുത്ത് ആം ഹോളിൻ്റെ ഈ കർവ് വെക്കുക. എന്നിട്ട് മുകളിൽ ഇതിൻ്റെ മുകളിലോട്ട് കിടക്കുന്ന ഭാഗം ഒരു 1/2 ഇഞ്ചിൽ വെക്കുക. താഴോട്ട് നമ്മുടെ ആ ഈ ലൈനിലും മുട്ടണം, ഈ സെൻറ്ററിലും മുട്ടണം. ഇവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇതിൽ കിടത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ വരയ്ക്കാം. ആം ഹോള് റൗണ്ടിൽ വരയ്ക്കാം. വരച്ചപ്പോൾ എൻ്റെ റൗണ്ട് കിട്ടിയത് എത്രയാണെന്ന് നോക്കണേ. കിട്ടിയത് 9 ഇഞ്ചാണ് ആം ഹോളിൻ്റെ റൗണ്ട് കിട്ടിയേക്കുന്നത്. ഇത് ചെസ്റ്റ് എടുത്തേക്കുന്നത് 10.5 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. താഴോട്ട് വേസ്റ്റ് എടുക്കുവാണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്, യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 യോക്കിൻ്റെ ലെങ്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 16 ഇഞ്ച്. എന്നിട്ട് 2 സൈഡിലും 16 ഇഞ്ച് തമ്മിലങ്ങ് വരയ്ക്കാം. വരച്ചിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം 9 ഇഞ്ച് എടുക്കുവാണ്. 9 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്, വേസ്റ്റിൻ്റെ വണ്ണം. എന്നിട്ട് ഇവിടുത്തെ തയ്യൽ തുമ്പ് ഞാൻ വരച്ചിട്ടില്ല, കറക്റ്റ് അത്രയേ ഉള്ളേ. പിന്നെ ഇത് തമ്മിൽ താഴോട്ട് വരയ്ക്കുക. ഇത് തമ്മിലും താഴോട്ട് വരയ്ക്കുക. വരച്ചിട്ട് ഇത് നല്ലതായിട്ട് കിടക്കാൻ വേണ്ടി, നമ്മുടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി 1 ഇഞ്ചിൻ്റെ കർവ് ഈ സൈഡിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നും 1 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഈ ആം ഹോളിൻ്റെ കർവ് വെച്ചോ അതോ കൈ വെച്ചോ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന കഴുത്താണ്. കഴുത്ത് ഞാനിവിടെ എടുക്കുന്നത് 4 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും 5.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും എടുക്കുവാണ്. ഒരേപോലാണ് വെട്ടുന്നത്. ബാക്കും ഫ്രണ്ടും
ഒരേപോലെ തന്നെ വെട്ടുവാണേ. 4 ഇഞ്ചും 5.5 ഇഞ്ചും. എന്നിട്ട് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ട്രോപ്പ് കൂടെ കൊടുക്കുവാണേ. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ട്രോപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. തന്നെ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഫ്രണ്ട് ഭാഗവും ആ ജോർജറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ പിന്നെ എന്നിട്ട് ഈ ബ്ലാക്കിൻ്റെ ഇതും കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ലൈനിങ് കൂടാണ് ഇതും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൈനിങ് 2 ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് വെട്ടിട്ടുണ്ട് നമ്മുടെ ലൈനിങ്ങിൽ. അതേപോലെ നല്ല തുണിയുടെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ബാക്കി ആം ഹോളും ചെസ്റ്റും വേസ്റ്റും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് മാത്രം കട്ട് ചെയ്തിട്ടില്ല. അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ യോക്ക് പീസായിട്ട് വെക്കുന്ന നെറ്റിൻ്റെ ഫാബ്രിക്കും നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ. അങ്ങനെ നമ്മൾ 3 ഫാബ്രിക്കും കട്ട് ചെയ്യും. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 1 2 3 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. എനിക്ക് ലൈനിങ്ങിന് കുറച്ച് തുണി കുറവുണ്ട് കേട്ടോ. 2 മീറ്റർ അല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലിരുന്ന മെറ്റീരിയൽ ഇത്രയേ ഉള്ളേ. നിങ്ങൾ എടുക്കുമ്പോൾ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ അടിഭാഗത്ത് ഇച്ചിരി കൂടെ വീതി കിട്ടും. പക്ഷേ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. എൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 35 നമ്മൾ നല്ല തുണിയിലെടുക്കുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ 35-ന് 1 ഇഞ്ച് കുറച്ചിട്ട് 34 ഇഞ്ച് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ 35 അടയാളപ്പെടുത്തണം. തയ്യൽ തുമ്പ് ഉൾപ്പെടെ അല്ല, നമ്മൾ 35 അടയാളപ്പെടുത്തണം നല്ല തുണിയിലാകുമ്പോൾ. ലൈനിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് കുറച്ച് ഞാൻ മാർക്ക് ചെയ്യുക. 34 ഇഞ്ച് 2 സൈഡിൽ നിന്നും 34 ഇഞ്ച് ലൈനിങ് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 9 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പം 11 ഇഞ്ച്. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇപ്പം ഈ താഴ്വശം ഞാനൊന്ന് ലൈൻ ചെയ്യുവാണ്. എന്നിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്കിവിടെ തൂങ്ങിക്കിടക്കും. 2 ഇഞ്ച് കയറ്റി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് കയറ്റി ഇത് നമുക്കൊരു കട്ട് ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. 34 ഇഞ്ച് നീളത്തിൽ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തു. ഇനി 34ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 35 ഇഞ്ചിൽ നല്ല ഫാബ്രിക്, ജോർജറ്റിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ ജോർജറ്റിൻ്റെ നല്ല ലൈനിങ് അല്ല, നല്ല തുണിയാണ് നമ്മൾ 4ആയിട്ടിട്ടുണ്ട്. എന്നിട്ട് 4ആയിട്ടിട്ടിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഈ ഭാഗത്തു നിന്നും താഴോട്ട് 35 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഇത് നമുക്കൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരയ്ക്കാമേ.
ഭാഗം എന്ന് പറയുന്നത് 9 ഇഞ്ച്, തയ്യൽ തുമ്പ് 2 ഇഞ്ച്. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ അവിടുന്ന് ഇനി അറ്റത്തോട്ട് നമ്മൾ വരയ്ക്കുവാണേ. നമുക്ക് കിട്ടുന്ന ഫ്ലെയർ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇവിടെയും നമ്മൾ 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണേ, തൂങ്ങിക്കിടക്കാതിരിക്കാൻ. താഴ്വശത്തുനിന്ന് 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. റൗണ്ടേ വരച്ചിട്ട് റൗണ്ടേ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാമേ. അങ്ങനെ സ്കേർട്ടിൻ്റെ 2 ഭാഗം കിട്ടി. മോളിൽ എനിക്ക് ജോയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മോൾ ഭാഗം ഒന്ന് 2ആക്കി. അങ്ങനെ 2 സ്കേർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി വരുന്ന തുണിയിൽ നിന്ന് സ്ലീവിന് കട്ട് ചെയ്യാമേ. ഞാൻ തുണി 4ആയിട്ട് മടക്കി, ബാക്കിയുള്ള തുണി 4ആയിട്ട് മടക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന കൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ച് മതിയേ. നിങ്ങളുടെ എത്രയാണോ കൈയുടെ നീളമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണേ. എനിക്കിപ്പം 13 ഇഞ്ച് മതി. 13 ഇഞ്ചിൽ ഞാൻ ഈ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കും. സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ച്. എൻ്റെ സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ റൗണ്ട് എടുത്തപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ 9 ഇഞ്ചാണ് എൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടഭാഗത്തെ എൻ്റെ വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ച്. നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അത് വരുന്നത് 7 ഇഞ്ച്. 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടേ എടുത്ത് ഈ കൈ ഇവിടെ വെച്ചേക്കണേ. മേളിൽ ചെല്ലുമ്പോൾ 9 ഇഞ്ച് നമുക്ക് കറക്റ്റ് കാണും. 9 ഇഞ്ച് നമുക്ക് കറക്റ്റ് ഉണ്ട്. ഇതാകുമ്പോൾ ശരിയാണേ. എന്നിട്ട് നമുക്ക് ആ കെട്ടിയ ഇവിടെ ഒരു മാർക്കുണ്ടല്ലോ, ആ മാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. നമ്മുടെ 7 ഇഞ്ച് ഇവിടെ വരെയാണ്, തയ്യൽ തുമ്പ് ഇല്ലാതെ. ഈ 7 ഇഞ്ചിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഈ മുകളിലോട്ടുള്ള ഹാഫ് കൂടെ എടുക്കുക. എടുക്കുമ്പോൾ ഇവിടെ 5.5 ഇഞ്ച്. 5.5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 2.25. 2.25 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആം ഹോൾ കർവ് എടുക്കുക. എന്നിട്ട് ഈ 2.25 ഈ കർവ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ വെച്ചത്, ഇനി തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചിട്ട് ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. ഇങ്ങനെയും സ്ലീവ് വെട്ടാമേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പായിരിക്കും. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് തയ്യൽ തുമ്പ് തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുക. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ നെറ്റിൻ്റെ തുണി എടുക്കുക. കൈക്ക് ബോർഡർ വെക്കുന്നുണ്ട്. ഞാൻ ബോർഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. വിഡ്ത്ത് നമ്മുടെ കൈയുടെ വിഡ്ത്ത് എത്രയാണോ അത്രയും എടുത്തോളൂ. അങ്ങനെ 3 ഇഞ്ചിൽ രണ്ട് തുണി വേണം, 2 കൈയില്ലേ, അങ്ങനെ അത് കട്ട് ചെയ്യുക. അങ്ങനെ കൈയുടെ 2 ബോർഡറിന് വേണം. അങ്ങനെ നമ്മുടെ കൈയുടെ അറ്റത്തുള്ള 2 ബോർഡർ 3 ഇഞ്ച് വീതിയിൽ ലെങ്തിൽ
നമ്മൾ കൈയുടെ എത്രയാണോ വീതി അതനുസരിച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത വെക്കുന്നേ ഈ സ്കേർട്ടിൻ്റെ അറ്റത്ത് നമ്മൾ 2 പീസ് കൊടുക്കുന്നുണ്ട്. സ്കേർട്ടിൻ്റെ എലൈൻ സ്കേർട്ടിൻ്റെ മുൻഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ലെങ്ത് 4 ഇഞ്ച് എടുക്കണേ. 4 ഇഞ്ച് ലെങ്ത് എടുത്തു. അതിൻ്റെ വീതി വരുന്നത് എനിക്കിവിടെ 22 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്തേക്കുള്ളതായി. പിന്നെ ഞാൻ ഇത് തന്നെ ഇച്ചിരി മുകളിലായിട്ടൂടെ വെക്കുന്നുണ്ട്. അതിനും 4 ഇഞ്ച്. അത് ഞാൻ വെക്കുമ്പോൾ കാണിച്ചു തരാമേ. അങ്ങനെ 2 തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുള്ളവർ മാത്രം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെക്കാൻ വേണ്ടി 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ ഡിസൈൻ ചെയ്യുന്നത് ബാക്ക് ഭാഗം ഫുള്ളി പ്ലെയിൻ ആട്ടോ. അങ്ങനെ നമ്മുടെ ഈ വീഡിയോയുടെ കട്ടിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് പാർട്ടാണ്. അടുത്ത സ്റ്റിച്ചിങ് പാർട്ട് എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.